അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 ചൊവ്വാഴ്ച. സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലെന്ന് കേന്ദ്ര സർക്കാർ. ദില്ലിയിലെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹം അറിയിച്ചതാണ് ഇക്കാര്യം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്. ബദൽ പാത സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ നിലപാടറിയിക്കാൻ കേരളം ആവശ്യപ്പെട്ടു. ഇ ശ്രീധരൻ ദില്ലിയിൽ എത്തി കേന്ദ്രമന്ത്രിയെ കാണും. അതിനുശേഷം കേന്ദ്രം കേരളത്തെ കേന്ദ്ര നിലപാട് അറിയിക്കും. അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കാനും തീരുമാനമായി. കേന്ദ്ര വിദഗ്ധ സംഘം ഇതിനായി കേരളത്തിലെത്തും. നിലമ്പൂരിൽ PV അൻവർ നൽകിയിരുന്ന 2 സെറ്റ് നാമനിർദ്ദേശ പത്രികകളിൽ ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നൽകിയ പത്രികയാണ് തള്ളിയത്. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ല എന്ന സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കമ്മീഷൻ പത്രിക തള്ളിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും പത്രിക നൽകിയിട്ടുള്ളതിനാൽ ആ നിലയിൽ അൻവറിനെ മത്സരിക്കാം. അതേസമയം വിഷയത്തിൽ അഭിഭാഷകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി അവസാനവട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ താൻ എത്തിയില്ല എന്നതുപോലുള്ള തെറ്റായ പ്രചാരണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്ന് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ്. ദുരന്തഭൂമിയിൽ ആദ്യം എത്തിയവരിൽ ഒരാളായിരുന്നു താനെന്നും എറണാകുളത്തു നിന്നും നേരെ അന്ന് കവളപ്പാറയിലേക്കാണ് വന്നതെന്നും അവിടെ പ്രവർത്തിച്ചത് ജനങ്ങൾ വിലയിരുത്തുമെന്നും ആരോപണം ഉന്നയിച്ചത് ഓർമ്മക്കുറവ് കൊണ്ടാകാമെന്നും M സ്വരാജ് വ്യക്തമാക്കി. കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ സ്വരാജ് എത്തിയില്ലെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. നിലമ്പൂരിൽ M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ ചരിത്രത്തിലില്ലാത്ത ആവേശമാണ് ജനങ്ങൾക്കെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം UDF-നകത്തുള്ള സംഘർഷം തുടരുകയാണെന്നും പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവറിനെ ഇപ്പോഴും UDF നേതൃത്വത്തിനെ തള്ളാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെയാണ് താൻ സ്ഥാനാർത്ഥിയായതെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത്. പാണക്കാട് കുടുംബവുമായി തനിക്ക് മികച്ച ബന്ധമെന്നും UDF ഒറ്റക്കെട്ടെന്നും ഷൌക്കത്ത് വ്യക്തമാക്കി. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ കക്ഷികളുടെ വോട്ട് തേടിയെന്ന ആരോപണം തള്ളി CPM നേതാവ് TM സിദ്ദീഖ്. ഒരു സംഘടനയോടും വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും മനുഷ്യരോടാണ് വോട്ട് ചോദിച്ചതെന്നും മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പിന്തുണയാണ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംഘടനകളുടെയും പേര് പറഞ്ഞിട്ടുണ്ടെന്നും അത് അടർത്തിയെടുത്താണ് വർഗീയ കക്ഷികളോട് വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരം ടെലിവിഷനിൽ മാത്രമാണെന്നും ഫീൽഡിൽ ആര്യാടൻ ഷൌക്കത്ത് വളരെ മുന്നിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഇനിയുള്ള സമയത്ത് ഒരുപാട് വ്യാജ വാർത്തകൾ വരുമെന്നും അതിലൊന്നും പതറരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ കുടുംബത്തിന്റെ പിന്തുണ തനിക്കാണെന്ന് അവകാശപ്പെട്ട PV അൻവറിനെ രൂക്ഷമായി വിമർശിച്ച് AICC അംഗം VT ബൽറാം. VV പ്രകാശിന്റെ വീട്ടിൽ പോയി നാടകം കളിക്കാനുള്ള ഉളുപ്പില്ലായ്മ കാണിച്ച അൻവറിനോട് പറയാനുള്ളത് പ്രകാശിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടെന്നും VV പ്രകാശ് അന്ത്യയാത്രയിൽ പുതച്ചിരുന്നത് കോൺഗ്രസിന്റെ പതാകയാണെന്നും ആ കുടുംബം എക്കാലത്തും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നും VT ബൽറാം കുറിച്ചു. VV പ്രകാശിന്റെ ഭാര്യ തങ്ങളുടെ കുടുംബത്തിന്റെ പിന്തുണ എന്നും കോൺഗ്രസിനൊപ്പമാണെന്ന് അൻവറിന്റെ സന്ദർശനത്തിന് പിന്നാലെ വ്യക്തമാക്കിയിരുന്നു. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനെ പോലെയാണ് KC വേണുഗോപാൽ ഇന്നലെ നടത്തിയ പരാമർശമെന്ന് CPI-M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. രാജ്യസഭയിൽ BJPക്ക് 1 സീറ്റ് നൽകിയതാണ് KC വേണുഗോപാലിന്റെ ചതിയെന്നും ജയരാജൻ പറഞ്ഞു. സതീശനിസം അഥവാ അവനവനിസം ആണ് UDF-ൽ നടക്കുന്നതെന്ന് ലീഗ് പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
രാജ്യത്തെ കോവിഡ് കേസുകൾ 4026 ഉയർന്നു. 24 മണിക്കൂറിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5. നിലവിൽ രാജ്യത്തെ കോവിഡ് കേസുകളിൽ 35% കേരളത്തിലാണ്. എന്നാൽ കേരളത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന 19 പേർ രോഗമുക്തരായി. ആക്ടീവ് കേസുകൾ 1416 കുറഞ്ഞു. 24 മണിക്കൂറിനിടെ കേരളത്തിൽ ഒരു കോവിഡ് മരണം സ്ഥിരീകരിച്ചു. ഗുരുതര ന്യൂമോണിയ ബാധിതനായിരുന്ന 80-കാരനാണ് മരിച്ചത്. കോവിഡ് കേസുകൾ വർദ്ധിക്കാതിരിക്കുന്നതിനായി പ്രത്യേക മാർഗനിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. പനിയുമായി ചികിത്സ തേടുന്നവർക്ക് കോവിഡ് ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്ക് നിർബന്ധമാണെന്നും ആരോഗ്യവകുപ്പ് ഇറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഡോക്ടർ ബി അശോകിന്റെ നിയമനം റദ്ദാക്കി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച സർക്കാർ ഉത്തരവാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. കേഡർ മാറ്റി നിയമിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതപത്രം വേണമെന്ന മാനദണ്ഡം സർക്കാർ പാലിച്ചില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുഖ്യാതിഥിയായി എത്തിയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ് പോക്സോ കേസ് പ്രതിയായ വ്ളോഗർ മുകേഷ് എം നായർ മുഖ്യാതിഥിയായി എത്തിയത്. മുകേഷിനെതിരെ കോവളം സ്റ്റേഷനിൽ പോക്സോ കേസ് നിലവിലുണ്ട്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ നിയമ നടപടിയുമായി ഫെഫ്ക. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫെഫ്ക നിയമ നടപടി സ്വീകരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ പൊളിക്കാൻ വെച്ച 60 കെട്ടിടങ്ങൾക്ക് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് വിവാദത്തിൽ. അടിയന്തരമായി പൊളിക്കേണ്ട പട്ടികയിലിട്ട കെട്ടിടങ്ങളെയാണ് ഈ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജ് നൽകിയ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മേയർ MK വർഗീസ് രംഗത്തെത്തി. ആത്മഹത്യാശ്രമം നടത്തി ആശുപത്രിയിലായ വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ നില മെച്ചപ്പെട്ടു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അഫാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ നടന്നതിനെക്കുറിച്ച് ഓർമ്മയില്ലെന്നാണ് അഫാൻ പറയുന്നത്. വാർഡിലേക്ക് മാറ്റിയ ശേഷം പോലീസ് മൊഴിയെടുക്കും. പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ അർദ്ധനഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനമേറ്റ യുവാവ് സിജു വേണു ഇന്ന് കോടതിയിൽ ഹാജരാകും. സിജുവിനെ വിശദമായി കേട്ട ശേഷമായിരിക്കും റിമാൻഡിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ജൂൺ 11 വരെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തത്. മെയ് 24 ശനിയാഴ്ചയായിരുന്നു പ്രതികളായ ഷോളയൂർ സ്വദേശി റെജിൻ മാത്യുവും ആലപ്പുഴ സ്വദേശി വിഷ്ണുദാസും ചേർന്ന് ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ സിജു വേണുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. KSFE Harmony Chids. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE Harmony Chids. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. കന്നഡ ഭാഷ തമിഴിൽ നിന്ന് ഉണ്ടായതാണെന്ന നടൻ കമലഹാസന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് കർണാടക ഹൈക്കോടതി. ആർക്കും വികാരങ്ങളെ വ്രണപ്പെടുത്താനുള്ള അവകാശമില്ലെന്നും ഖേദം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കുമായിരുന്നുവെന്നും കോടതി പറഞ്ഞു. എന്തടിസ്ഥാനത്തിലായിരുന്നു പ്രസ്താവനയെന്ന് കമലഹാസനോട് ചോദിച്ച കോടതി നിങ്ങൾ ചരിത്രകാരനോ ഭാഷാ പണ്ഡിതനോ ആണോ എന്നും ആരാഞ്ഞു. തമിഴ്നാട് പൊള്ളാച്ചിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് മലയാളി പെൺകുട്ടിയെ യുവാവ് കുത്തിക്കൊന്നു. പൊന്മുത്തു നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി അശ്വികയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിക്ക് 19 വയസ്സായിരുന്നു. സംഭവത്തിൽ ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയായ പ്രവീൺ കുമാർ എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 33 രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശനം നടത്തിയ പ്രതിനിധി സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പ്രതിനിധി സംഘങ്ങളുമായി ചർച്ച നടത്തുകയും ചെയ്യും.
പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്നുകാട്ടുക, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്നിലെ യുക്തി വിശദീകരിക്കുക എന്നിവയായിരുന്നു 59 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘത്തിന്റെ ചുമതല. യുപിയിൽ വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം. ഉത്തർപ്രദേശിലെ ബറേലിയിലെ ദൊഹന സ്റ്റേഷന് സമീപമാണ് തനക്പൂർ ബറേലി പാസഞ്ചർ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നത്. ട്രാക്കിൽ വെച്ച ഇരുമ്പുതണ്ട് അടക്കമുള്ളവ ലോക്കോ പൈലറ്റ് കണ്ടതിനാൽ എമർജൻസി ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തുകയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ മുംബൈയിലെ സ്ഥാപനത്തിൽ വിജിലൻസ് പരിശോധന. താനെയിലെ ബോറ കമ്മോഡിറ്റീസ് എന്ന സ്ഥാപനം ഷെൽ കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചു. ഒറ്റമുറിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പൂട്ടിയ നിലയിലാണുള്ളത്. ഷെൽ കമ്പനിയിലേക്ക് എത്തിച്ച പണം എവിടേക്ക് കടത്തിയെന്നതിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായി കാണിച്ചിരിക്കുന്നത് മുംബൈ സ്വദേശികളെയാണ്. ഹജ്ജിന്റെ സുപ്രധാന കർമ്മങ്ങൾ നാളെ ആരംഭിക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ ഇന്ന് രാത്രി മുതൽ മീന താഴ്വരയിലേക്ക് നീങ്ങിത്തുടങ്ങും. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജിന്റെ ആദ്യ ദിനം തീർത്ഥാടകർ താമസിക്കുന്നത് മിനായിലാണ്. 1,22,518 ഹാജിമാരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് എത്തിയത്. ഇതിൽ 16,341 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ടെസ്ല ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചേക്കില്ലെന്ന് കേന്ദ്ര വൻകിട വ്യവസായ ഉരുക്ക് വകുപ്പ് മന്ത്രി കുമാരസ്വാമി. ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ നിർമ്മാണത്തിന് താൽപര്യമില്ലെന്നാണ് കേന്ദ്രമന്ത്രി വിശദമാക്കിയത്. ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ വിൽക്കാനുള്ള ഷോറൂമുകളിൽ മാത്രമാണ് ടെസ്ലയ്ക്ക് താൽപര്യമെന്നും കേന്ദ്രമന്ത്രി തിങ്കളാഴ്ച വിശദമാക്കി. കരോൾ നവറോസ്കി പോളണ്ടിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 50.89% വോട്ട് നേടിയാണ് നവറോസ്കി ജയിച്ചത്. ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായ റഫാൽ ട്രെസസ്കോവ്സ്കിയെയാണ് പരാജയപ്പെടുത്തിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ട്രെസസ്കോവ്സ്കിക്ക് അനുകൂലമായിരുന്നു. എന്നാൽ ഇദ്ദേഹം 49.11% വോട്ടാണ് നേടിയത്. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെ നടക്കുന്ന ICC വനിതാ ഏകദിന ലോകകപ്പിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാവില്ല. ഗ്രീൻഫീൽഡിനെ ഒഴിവാക്കി ലോകകപ്പിനുള്ള 5 വേദികൾ ICC പ്രഖ്യാപിച്ചു. ലോകകപ്പിലെ മത്സരങ്ങൾ ബാംഗ്ലൂരു, ഗുവാഹത്തി, ഇൻഡോർ, വിശാഖപട്ടണം, കൊളംബോ എന്നിവിടങ്ങളിലാണ് നടക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.